പേജ് 46-ലെ മൂന്നാമത്തെ ചോദ്യം. ഒരു പരിവൃത്ത ആരം തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ആദ്യം വൃത്തം വരയ്ക്കണം. എന്നിട്ട് തന്നിരിക്കുന്ന അളവിലുള്ള കോണുകൾ വരുന്ന ഒരു ത്രികോണം വരയ്ക്കുക. ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. പരിവൃത്ത ആരം 3 സെന്റിമീറ്ററും 2 കോണുകൾ 32.5 ഡിഗ്രി 37.5 ഡിഗ്രിയും ആയ ത്രികോണം വരയ്ക്കുക. അപ്പോ ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തത്വം, അതായത് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൻ്റെ കോൺ അതിൻ്റെ എതിർ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അതുകൊണ്ട് വൃത്തബിന്ദുവിൽ കോൺ വരയ്ക്കാൻ അതിൻ്റെ ഇരട്ടി അളവിലുള്ള കേന്ദ്രകോണ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന തത്വം ഇതാണ്. ഒരു വൃത്തത്തിലെ കോൺ അതിൻ്റെ എതിർചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. അതുകൊണ്ട് വൃത്തത്തിനുള്ളിൽ ഒരു കോൺ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ 2 മടങ്ങ് അളവിലുള്ള കേന്ദ്രകോൺ നമ്മൾ കേന്ദ്രത്തിൽ വരയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിൽ നമുക്ക് 3 കോണുകൾ വേണം. 2 കോണുകൾ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന 2 കോണുകളുടെ അളവ് ഏതൊക്കെയാണ്? 32 ഡിഗ്രി, അതായത് 32.5. രണ്ടാമത്തേത് 37.5 ഡിഗ്രി, അതായത് 37.5. ഈ 2 കോണുകൾ നമുക്ക് അറിയാം. അപ്പോൾ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോണിൻ്റെ അളവ് എത്രയാണ്? 180 മൈനസ് ഇത് രണ്ടും കൂട്ടിയത് 32.5 പ്ലസ് 37.5. അപ്പോൾ നമുക്ക് 180 മൈനസ് 70 എന്ന് കിട്ടും. അത് 110 ആണ്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ത്രികോണത്തിൻ്റെ 3 കോണുകളും കിട്ടി. 32.5 ഡിഗ്രി, 37 ഡിഗ്രി, അതേപോലെ 110 ഡിഗ്രി. ഓക്കെ, ഈ 3 കോണുകൾ എന്ന് പറയുന്നത് ഏതാണ്? ത്രികോണത്തിൻ്റെ കോണുകളാണ്. കേന്ദ്ര കോണുകൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് വരയ്ക്കാൻ എളുപ്പം. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കേന്ദ്ര കോണുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് നമ്മുടെ 32.5 ഡിഗ്രി, ആ കോണിന് എതിരെയുള്ള കേന്ദ്രകോൺ, അത് ഇതിൻ്റെ ഇരട്ടിയായ 65 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട കേന്ദ്രകോണുകൾ, ഒന്നാമത്തേത് 32 ഡിഗ്രി കോണിന് എതിരെയുള്ള കേന്ദ്രകോണായ 65 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത് വരയ്ക്കേണ്ട കേന്ദ്രകോൺ ഏതാണ്? 37 ഡിഗ്രിക്ക് എതിരെയുള്ള കേന്ദ്രകോൺ. അതെത്രയാ? 37യുടെ ഇരട്ടി, 75 ഡിഗ്രി. ഓക്കെ, ഇനി മൂന്നാമത്തെ കേന്ദ്രകോൺ ഏതായിരിക്കും? 110 ഡിഗ്രി കോണിന് എതിരെയുള്ള കേന്ദ്രകോണാണ്. അത് 2 × 110, അപ്പോൾ 220 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് 2 കേന്ദ്രകോണുകൾ വരച്ചാൽ മതി. 2 എണ്ണം വരച്ചാൽ മൂന്നാമത്തേത് ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ചെറിയ രണ്ട് കോണുകൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ മൂന്നാമത്തത് എന്തായിരിക്കും? 360-ലെ ബാക്കി എത്രയാണോ ഉള്ളത് അതായിരിക്കും. അപ്പോൾ കേന്ദ്ര കോണുകളുടെ അളവുകൾ 65 ഡിഗ്രി, 75 ഡിഗ്രി, പിന്നെ 220 ഡിഗ്രിയാണ്. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ വരയ്ക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത്? പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ഉള്ള വൃത്തം വരയ്ക്കണം. അപ്പോൾ O വൃത്തകേന്ദ്രമായി 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം വരച്ച ഒരു ചിത്രം കാണിക്കാം. ഇതാ. അപ്പോൾ ഇവിടെ നമ്മൾ O വൃത്തകേന്ദ്രമായിട്ട് എന്ത് ചെയ്തു? 3 സെന്റിമീറ്ററിൽ ഒരു വൃത്തം വരച്ചു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഈ വൃത്തത്തിൽ A എന്ന ഒരു ബിന്ദു മാർക്ക് ചെയ്ത് OA എന്ന ആരം വരയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യ കേന്ദ്രകോൺ, അതായത് 65 ഡിഗ്രി ഉള്ള കോൺ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ 65 ഡിഗ്രി ഉള്ള ഈ കോൺ വരയ്ക്കാൻ എന്ത് ചെയ്യണം? OA എന്ന വശം വെച്ച് O എന്ന ബിന്ദു ഉപയോഗിച്ച് അവിടെ 65 പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 65 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. ആ ബിന്ദു മാർക്ക് ചെയ്തതിന് ശേഷം ആ ഓയും ആ ബിന്ദുവും തമ്മിൽ യോജിപ്പിച്ച് അതിനെ നീട്ടി വരയ്ക്കുക. അപ്പോൾ വൃത്തത്തിലെ B എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടണം. ഓക്കെ. OA വശമായി ഓയിൽ വെച്ച് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 65 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. ആ ബിന്ദു അവിടെ വന്നു. ഇനി ഓയും ആ ബിന്ദുവും തമ്മിൽ ചേർത്ത് ഒരു സ്കെയിൽ ഉപയോഗിച്ചൊരു വര വരയ്ക്കുക. അത് വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദു B എന്ന് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കോൺ AOB അത് 65 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ കേന്ദ്രകോൺ 75 ഡിഗ്രി അല്ലേ? അത് വരയ്ക്കാൻ OB എന്ന വശം ഉപയോഗിക്കുക. എന്നിട്ട് ഓയിൽ പ്രൊട്രാക്ടർ വയ്ക്കുക. പ്രൊട്രാക്ടർ ഓയിൽ വെച്ച് OB എന്ന വശം ആ ഭാഗം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? 75 ഡിഗ്രി അളന്നെടുക്കുക. എന്നിട്ടൊരു ബിന്ദു മാർക്ക് ചെയ്യുക. ആ ബിന്ദുവും ഓയും തമ്മിൽ എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. ആ വര നീട്ടി വരയ്ക്കുക. എന്നിട്ട് അത് സിയിൽ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടണം. സി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടണം. സി എന്ന ബിന്ദു മാർക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ വൃത്തത്തിൽ കൂട്ടിമുട്ടുന്ന ആ ബിന്ദു സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമുക്കിവിടെ ABC 3 ബിന്ദുക്കൾ കിട്ടി. ത്രികോണത്തിന് 3 ബിന്ദുക്കളല്ലേ ഉള്ളത്. ഇനി എന്ത് ചെയ്യുക? AB, BC, CA എന്നീ വരകൾ അല്ലെങ്കിൽ രേഖകൾ വരയ്ക്കുക. അപ്പം നമുക്ക് ഒരു ത്രികോണം കിട്ടും. ഓക്കെ. ഇനി ഈ ത്രികോണത്തിലെ ഓരോ കോണും എത്രയാണെന്ന് നോക്കാം. ഇവിടെ AB എന്ന ചാപം, ആ ചാപത്തിൻ്റെ കേന്ദ്രകോണ് എത്രയാണ്? 65 ഡിഗ്രിയാണ്. ഇതാ. അതായത് AOB 65 ഡിഗ്രിയാണ്. അപ്പോൾ ഇനി ഈ ചാപത്തിൽ ഇല്ലാത്ത ഒരു ബിന്ദു, അത് C ആണല്ലോ. അപ്പോൾ സിയിൽ വരുന്ന കോൺ എന്തായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും. 65ൻ്റെ പകുതി 32. ഓക്കെ. അപ്പോൾ കോൺ C എന്ന് പറയുന്നത് 32.5 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? BC എന്ന ചാപം നോക്കാം, അല്ലെങ്കിൽ BC എന്ന വശം നോക്കാം. BC എന്ന വശം അല്ലെങ്കിൽ BC എന്ന ചാപം, ആ BC എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്രയാണ്? 65 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയായ 37 ഡിഗ്രി ആയിരിക്കും ഇതിലില്ലാത്ത ബിന്ദു. അത് A ആണല്ലോ. അപ്പോൾ കോൺ CAB 37 ഡിഗ്രി ആയിരിക്കും. ഇത് 32 ഡിഗ്രിയും ഇത് 37 ഡിഗ്രിയും ആണെങ്കിൽ ഇനി ഏതാണ് മൂന്നാമത്തെ കോണ്? 110 ഡിഗ്രിയാണ്. അതായിരിക്കുമല്ലോ നമ്മുടെ കോൺ B. അതായത് കോൺ
എ ബി സി 110 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ സി എ എന്ന് പറയുന്ന ആ വലിയ ചാപം, ആ ചാപത്തിൻ്റെ കേന്ദ്രകോൺ 220 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും നമ്മുടെ കോൺ ബി, അതായത് സി ബി എ. അങ്ങനെയും പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു വൃത്തത്തിലെ കോൺ അതിൻ്റെ എതിർ ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും എന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ത്രികോണം ഇവിടെ വരച്ചത്. ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലത്തെ ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പാഠവിഷയങ്ങളുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.